ഭൂഗോളങ്ങൾ. അപ്പോൾ എമ്പുരാൻ സിനിമയുടെ കുറച്ച് കാര്യം സംസാരിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ പടം കുറച്ചു പേർക്കെങ്കിലും ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പടത്തിൽ എന്തൊക്കെയാണ് പാളിപ്പോയത് എന്ന് നോക്കാം. എമ്പുരാൻ ഒരു കൂറപ്പടം ആണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല, പക്ഷേ ഇതിലും കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എനിവേ പടം കണ്ടിട്ടുള്ളവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. നമ്മുടെ ലൂസിഫർ എൻഡിങ്ങിൽ, അതായത് ആ ഒരു സിനിമയുടെ ക്രെഡിറ്റ് സീനിലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലോകം തന്നെ കൺട്രോൾ ചെയ്യുന്ന എബ്രാം ഖുറേഷിയുടെ നെക്സസിനെ കുറിച്ചൊക്കെ അതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു. ഇലുമിനാറ്റിയെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇതിലൂടെ പറയുന്നത് എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ബട്ട് ആ ഒരു ക്രെഡിറ്റ് സീനിൽ കാണിച്ച കാര്യങ്ങളൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല എംബ്രാനിൽ. എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിന് ഓവർ കോൺഫിഡൻസ് ആയി പോയോ എന്നൊരു ഡൗട്ട്. കാരണം കോൺക്രീറ്റ് ഇളകി വീഴുന്നു എല്ല്, മരം കത്തി വീഴുന്നു എല്ല്. ലൂസിഫർ കഴിഞ്ഞപ്പോൾ എല്ലെന്നുള്ളത് ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു. ബട്ട് എംബ്രാനിൽ അത് ഫോഴ്സ്ഡ് ആയിട്ട് കാണിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് പ്രതീക്ഷ കാണും, കുറേ എക്സ്പ്ലനേഷൻ നമ്മൾ പ്രതീക്ഷിക്കും. എംബ്രാനിലോട്ട് വരുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ക്യാരക്ടറിന് ഡ്രഗ്സ് ഇഷ്ടമല്ല, അതുപോലെ തന്നെ ഖുറേഷിയെ പോലുള്ള ഒരാൾ എന്തുകൊണ്ട് ഡ്രഗ്സിനെ എതിർക്കുന്നു, എങ്ങനെയാണ് സ്റ്റീഫൻ ഖുറേഷിയായി മാറിയത്, ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബിസിനസ് എങ്ങനെയാണ് ഇവരുടെ കയ്യിലായത്. പക്ഷെ ഇതൊന്നും എംബ്രാനിൽ വരുമ്പോൾ കിട്ടുന്നില്ല. തുടക്കമുള്ള ഒരു 30 മിനിറ്റ് സയ്യദ് മസൂദിന്റെ ചെറുപ്പകാലം ഓക്കെ, ബട്ട് സയ്യിദ് മസൂദിനെ എങ്ങനെ കിട്ടിയെന്ന് കാണിക്കേണ്ട ആവശ്യമേ പടത്തിലുള്ളായിരുന്നു. ഓക്കെ, അത് കാണിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ ലോകം കൺട്രോൾ ചെയ്യുന്ന ഖുറേഷിക്ക് ഇത്രയും കാത്തിരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ബജ്രംഗിയെ കൊല്ലാനായിട്ട്. ബജ്രംഗിയൊക്കെ ഇത്രയും വയസ്സായി കഴിഞ്ഞിട്ട് കൊന്ന് പാഠം പഠിപ്പിക്കാൻ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ലാലേട്ടനെ കാണിക്കുന്ന സീൻ, അതായത് ഖുറേഷിയെ കാണിക്കുന്ന എല്ലാ സീനും ഇമ്പാക്റ്റോടെ എടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്, പക്ഷെ പാളിപ്പോയി. കാരണം ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു കോസ്റ്റ്യൂമാണ്. ഒരുമാതിരി ചാക്ക് വലിച്ച് കെട്ടിയ പോലെ ഉണ്ടായിരുന്നു. ലൂസിഫർ ക്ലൈമാക്സിൽ കിട്ടിയ ഒരു കിക്ക് ഉണ്ടല്ലോ, FDFS കണ്ടവർക്ക് മനസ്സിലാവും. അത് ആ ഒരു കിക്ക് ഇതിനകത്ത് കിട്ടിയിട്ടില്ല. മലയാളത്തിലെ ഹോളിവുഡ് ലെവൽ സാധനം എന്നൊക്കെ പറയാൻ പറ്റുന്ന പടം, വിഷ്വൽ ക്വാളിറ്റി എല്ലാം ഉണ്ട്. പക്ഷേ ക്ലൈമാക്സിലെ ആ ഒരു ഫൈറ്റ് എന്തോന്നാണ് കാണിച്ചു വെച്ചേക്കുന്നത്. ജില്ലയിലെ ക്ലൈമാക്സ് പോലെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഖുറേഷിയുടെ വേൾഡ് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്തിരുന്നാൽ പടം കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. ഇതിപ്പോൾ ഇന്റർപോൾ ഓഫീസേഴ്സിന്റെ കുറച്ച് സീൻ, എബ്രാം ഖുറേഷിയുടെ ഇൻട്രോ, പിന്നെ ചെകുത്താൻ മരിച്ചെന്ന ആളുകളിലേക്ക് വിശ്വസിപ്പിക്കുന്ന സീൻസ്, അല്ലാതെ എന്താണ് ഉള്ളത്? ഖുറേഷി മരിച്ചെന്ന് പറഞ്ഞു വരുന്ന സീൻസ് ഒക്കെ എന്തിനാണ്? അതും ഇന്റർപോൾ കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്തു, ബോഡി കിട്ടിയിട്ടുമില്ല. ആ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു, എല്ലാം പറഞ്ഞു കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ചിലപ്പോൾ മിസ്റ്റേക്ക് ആയിട്ട് തോന്നാത്തവർ കാണാം, ബട്ട് പേഴ്സണലി എനിക്ക് തോന്നിയതാണ് ഇത്രയും. പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും അംഗത്വം എനിക്ക് വേണ്ട. പിന്നെ ഒരു കാര്യം, എംബുരാനിൽ ക്രെഡിറ്റ് സീനിലായിട്ട് കുറച്ച് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിൽ അത് തന്നെ കാണിച്ചാൽ പടം സെറ്റാവും, പക്ഷേ അതിലും ഇതേപോലെ ആഡ് ആക്കുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.